സൂറത്തുൻ നിസായിലെ 171-ാമത്തെ വചനത്തിൽ യാ അഹ്ലൽ കിതാബ്, അല്ലയോ കിതാബിന്റെ ആളുകളെ, അതായത് ജൂത ക്രിസ്ത്യാനികളെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരുകവിയരുത്. ജൂതന്മാർ പിഴച്ചവരാണ്, ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ മതത്തിൽ അതിരുകവിഞ്ഞവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരുകവിയരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹുവിനെ കുറിച്ച് ഹക്കല്ലാത്തത് നിങ്ങൾ പറയരുത്. അതായത് ഹക്കല്ലാത്ത കാര്യം എന്താണ് അവർ പറഞ്ഞത്? ഈസ അള്ളാഹുവിന്റെ പുത്രനാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മൂന്നംശങ്ങളിൽ ഒന്നാണ് എന്നത് അള്ളാഹുവിനെ കുറിച്ച് ന്യായമല്ലാത്ത ഒരു കാര്യം നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അത് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. മറിച്ച് ഈസ ആരാണ്? ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, മസീഹ് മറിയമിന്റെ പുത്രൻ ഈസയാകുന്നു. അവൻ ആരാണ്? റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പുത്രനല്ല, മറിച്ച് മറിയമിന്റെ മകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത കലിമത്തുമാകുന്നു ഈസ. വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാകുന്നു ഈസ എന്ന്. ഇനി ഇതിന്റെ വിശദീകരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം വിശദീകരിച്ചതായി മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഒരാൾക്ക് സ്വർഗം ലഭിക്കാൻ അനിവാര്യമാകുവാൻ ഈസാ നബിയെ കൂടി അള്ളാഹുവിന്റെ പ്രവാചകനായി, അള്ളാഹുവിന്റെ പുത്രനല്ല അടിമയാണ് എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്.